പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പോയ്സൺസ് റേഷ്യോ ആണ്. ഓക്കെ, പോയ്സൺസ് റേഷ്യോ. സോ പോയ്സൺസ് റേഷ്യോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു വയറോ അല്ലെങ്കിൽ റോഡോ എടുക്കുന്നു. സോ ഞാനൊരു വയർ എടുക്കുകയാണ് ആൻഡ് വയറിനെ ഞാൻ ഹാങ് ചെയ്ത് നിർത്തിയേക്കുവാണ്. സോ ഞാൻ പറഞ്ഞു വയറോ റോഡോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഷേപ്പാണ് കൺസിഡർ ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സോ ക്രോസ് സെക്ഷൻ ഏരിയ എപ്പോഴും എന്തായിരിക്കും? സർക്കിളിൻ്റെ ഏരിയ ആയിരിക്കും. സോ ഒറിജിനലി എൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സോ ഞാൻ ഒരു എം മാസ് ഹാങ് ചെയ്യുവാണ്. ഹാങ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാനൊരു എം ജി മാസം ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നു, അങ്ങനെ ഇത് ഇലോങ്ങേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറയാം. സോ എൻ്റെ ഒറിജിനൽ ലെങ്ത് എൽ ആണെങ്കിൽ എനിക്ക് ഇലോങ്ങേറ്റ് ചെയ്യുമ്പം എൻ്റെ ലെങ്ത് മാറുമോ? ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുമല്ലോ. സോ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആയിട്ട് കൺസിഡർ ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് ഒറിജിനലി ഒരു ഡയമീറ്റർ ഉണ്ടാവും. ഞാൻ ഇപ്പം എൻ്റെ ഇത്രയും ഡയമീറ്ററുള്ള ഒരു റോഡിനെ ഞാൻ ഇലോങ്ങേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? എൻ്റെ ലെങ്ത് കൂടും. ലെങ്ത് കൂടുന്നതനുസരിച്ച് എൻ്റെ എന്ത് കുറയും? ഡയമീറ്റർ കുറയും. സോ ഈ കേസിൽ ലെങ്ത് എന്ന് പറഞ്ഞ ഡയമെൻഷൻ മാത്രമല്ല, ഡയമീറ്റർ എന്ന് പറഞ്ഞ ഡയമെൻഷനും എന്തുണ്ടാവുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ ഒറിജിനൽ ഡയമീറ്ററിനെ ഞാൻ ഡി ആയിട്ട് കൺസിഡർ ചെയ്തു. സോ ചേഞ്ച് ഇൻ ഡയമീറ്ററിനെ ഡെൽറ്റ ഡി ആയിട്ടും കൺസിഡർ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഡെൽറ്റ എൽ ബൈ എൽ, അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഞാൻ ഇതിനെ ഏത് സ്ട്രെയിൻ എന്നാണ് വിളിച്ചത്? ഇത് സ്ട്രെയിൻ അല്ലേ? സ്ട്രെയിൻ എന്താ വിളിച്ചത്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിച്ചു. ഞാൻ സ്മോൾസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന്. സിമിലർലി ഞാൻ എന്തെടുത്തു? എൻ്റെ ഡയമീറ്റർ ഉണ്ടായ ചേഞ്ച് എടുത്തു. ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ. സോ ഇതും സ്ട്രെയിൻ തന്നെയാണല്ലോ. ദിസ് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ലാറ്ററൽ സ്ട്രെയിൻ. ഓക്കെ, സോ ലാറ്ററൽ സ്ട്രെയിനുമുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനുമുണ്ട്. ഇനി ഞാൻ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതായത് എൻ്റെ ലാറ്ററൽ സ്ട്രെയിനിനെയും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിനെയും റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ പർട്ടിക്കുലർ നമ്പറിനെയാണ് എന്ത് വിളിക്കുന്നത്? പോയ്സൺസ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലാറ്ററൽ സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടോ? ഇല്ല. സ്ട്രെയിൻ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണല്ലോ. സോ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിനിന് യൂണിറ്റ് ഉണ്ടോ? അതുമില്ല. സോ ലാറ്ററൽ സ്ട്രെയിനും ഒരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിനും ഒരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും. സോ ഇതിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടുന്നത് വേറൊരു പർട്ടിക്കുലർ നമ്പർ തന്നെ ആയിരിക്കും. സോ പോയ്സൺസ് റേഷ്യോ പ്രത്യേകിച്ചൊന്നുമില്ല. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ഓക്കെ.